ഓ ഇന്നലേന്ന് ഭയങ്കര ബോഡി പെയിൻ. ആ ചക്കി എവിടെ പോയി? എല്ലാം വരേണ്ട സമയമായല്ലോ. ചക്കി വന്നായിരുന്നെങ്കിൽ ബോഡി ഒന്ന് മസാജ് ചെയ്യിപ്പിക്കായിരുന്നു. തലയും ഓഹ് എവിടെ പോയി കിടക്കുന്ന എല്ലാ ആഴ്ചയും വരുന്നതാണല്ലോ. ഇന്നെന്താ മറന്നുപോയോന്ന്? ഓ ചങ്കോണൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇയാൾക്ക് വേറെ പണിക്ക് ചോദിക്കൂടെ? ഇടയ്ക്ക് എന്താ ഒരു പോക്കെന്ന് കണ്ടിട്ട് മൈൻഡ് ആക്കാണ്ട് പോകുന്നത്? അല്ല ചക്കി, ഇതെന്ത് കോല ഇത്? നീ ഓസ്ട്രേലിയ അങ്ങനെ പോയിട്ട് വന്നാണോ? ഞാൻ പറഞ്ഞേക്കുന്നേ, അവൻ അമേരിക്കയിലല്ലേ, ഇനി അമേരിക്ക പോലെ ഇവിടെ നടക്കണോ, നല്ല വൃത്തിക്ക് നടക്കാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ വന്നിട്ട് മസാജാക്കി ആ വേഷത്തിൽ ഇനി എന്നെ കിട്ടൂല. ഇനി എനിക്ക് പുതിയ പുതിയ ഡ്യൂട്ടീസ് വന്നു തുടങ്ങിയിട്ടുണ്ട്, വർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങോട്ടാ പോണത്. നീ ഇപ്പൊ എന്നെ മറന്നുപോയോ? എല്ലാ ആഴ്ചയും വരുന്നതല്ലേ മസാജ് ചെയ്യാൻ വേണ്ടിട്ട്? ശങ്കോണ, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ സലൂണിലോട്ട് വന്നിട്ട് അവിടെ മസാജ് ചെയ്യിച്ചോ. അല്ലാതെ ഇങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു വീടുകളിൽ പോയിട്ട് അവരെന്നെ വർക്കിന് വിളിച്ചിട്ട് അവിടെ പോവാണ്. നീ എന്നെ നിസ്സാരനായി കാണണ്ട. ഞാനിപ്പോൾ ഒരു MLA കാൻഡിഡേറ്റ് ആണ്. MLA കാൻഡിഡേറ്റ്? പഞ്ചായത്ത് മെമ്പറും കൂടെ ഇവിടെ ആയിട്ടില്ല, എന്നിട്ട് MLA കാൻഡിഡേറ്റ്. വല്ല ജോലിക്കും പോയിക്കൂടെ നിങ്ങൾക്ക്? നീയേ ഒരു ഭാവി MLA സംസാരിക്കുന്നത്, അത് ഓർമ്മ വേണം. യോഗം പുരുഷ ലക്ഷണം, അതില്ലാത്ത ഇവൻ മണ്ടൻ. ശങ്കോണ, ഒരു ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി നോക്ക്. ഈ കപ്പാസിറ്റിക്ക് ഈ നാട്ടിൽ എനിക്ക് ജോലി തരാൻ ഏത് വമ്പനാണുള്ള എന്നെക്കാട്ടും? വമ്പന്മാരൊന്നുമില്ല, പക്ഷെ വമ്പത്തിയുണ്ട്. ഞാൻ സലൂൺ വെച്ചാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10,000 രൂപ ഞാൻ സാലറി ആയിട്ട് തരാം. എൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൂടിക്കോ. ഒരു മുഹൂർത്തം നോക്കിയിട്ട് എനിക്കൊരു അപ്ലിക്കേഷൻ ഇടും, ഞാൻ നിങ്ങൾക്ക് ജോലി തരാം. വരെ ചങ്കുവണ്ണ വിളിച്ചിട്ട് എൻ്റെ പുറകെ നടന്നിട്ട് മസാജ് ചെയ്യാണ്ടോ ഉണ്ടോ ചോദിച്ചിട്ട് ഇത്ര അഹങ്കാരം. അത് ഈ വന്നതല്ലേ, എനിക്ക് 2 മിനിറ്റ് ഒന്ന് ഇത് മസാജ് ആക്കി തരുമോ തലയൊന്ന്? ഇവിടെ തന്നെ ഈ നടു റോട്ടിലെ മസാജിങ്? തൽക്കാലം ഇന്നിപ്പോൾ ഇത് മതി. പിന്നെ അങ്ങോട്ട് സലൂണിൽ വരാൻ ടൈം വേണ്ടേ? പിന്നെ എൻ്റെ ശങ്കുവേണ്ട നായ കൊണ്ട് മാത്രം ഞാൻ ആക്കുന്നത്, വേറെ വല്ലവരാണെങ്കിലും. ഇതെന്താ നീ പോകുന്ന വഴിക്ക് റേഡിയോ കൊണ്ട് നടക്കുവാണോ? അയ്യോ, റേഡിയോ അല്ല, ഇത് എന്റെ മൊബൈലിന്റെ റിംഗ് ടോൺ. എന്റെ അനിയൻ വിളിക്കുന്ന, അമേരിക്കന്ന് എന്റെ അനിയൻ വിളിക്കുന്നതാ. ഹലോ, അനിയാ, ഞാനേ ഇവിടെ ശങ്കുവണ്ണന്റെ അടുത്താ. ഇത്ര ഒച്ച എന്തിനാ ചക്കി? വെച്ചോ, രാത്രി വിളിച്ചാ. എന്റെ ശങ്കുവണ്ണ, ഇത് അമേരിക്കയിലോട്ട് ഞാൻ പറഞ്ഞ കേൾക്കണോ? അല്ലാതെ നിങ്ങളുടെ തൊട്ടടുത്ത നാടൊന്നും അല്ല, അവിടുത്തെ മരം കേൾക്കണ്ടേ? അണ്ണ ഇത് പിടിക്കേ. ഓ അണ്ണ, ഈ മൊബൈൽ കണ്ടുപിടിച്ച ആളെ ഞാൻ കണ്ടാല് ഫ്രീ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. എന്താ, അമേരിക്കയിലുള്ള ആളെ നമുക്ക് ഇവിടുന്ന് വിളിച്ചിട്ട് സംസാരിക്കുക പോലും. ഞാൻ പോട്ടെ, എനിക്ക് നേരമായി പോയേ. പോട്ടെ. അപ്പോൾ ആരാ എന്നോട് പറയാൻ? നല്ലൊരു മുഹൂർത്തം നോക്കി ആപ്ലിക്കേഷൻ അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നെ കോണ്ടാക്ട് ആക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. അവളുടെ മൊബൈൽ എൻ്റെ കയ്യിലാണ്. ചങ്കുവണ്ണ, ഇതാര് ചക്കിയാ? കണ്ടിട്ട് കുറെ ആയല്ലോ. എന്റെ മൊബൈല് പോയ പിന്നെ എനിക്ക് എൻ്റെ അനിയനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ഒരു വിഷമം. ചങ്കോണം പുതിയ മൊബൈൽ വാങ്ങിച്ചാ? മേടിച്ച്. പക്ഷെ അത് എന്റെ മൊബൈലെ പോലെ തോന്നുന്നു. നിന്റെ മൊബൈലൊന്നും ആകാൻ ചാൻസേ ഇല്ലല്ലോ. ഞാൻ പുതിയത് വാങ്ങിയതല്ലേ. നിന്റെ കയ്യിലൊരു മൊബൈൽ കണ്ടില്ലേ, അപ്പോൾ ഞാൻ അതേപോലത്തെ തന്നെ തേടി പിടിച്ചിട്ട് വാങ്ങിയത്. നിന്റെ പോലെ തന്നെ പറഞ്ഞു എനിക്ക് വേണമെന്ന്. അന്ന് എന്തായിരുന്നു നിന്റെ കളി? അണ്ണ, ഇങ്ങനെ എന്നും മൊബൈൽ പിടിച്ച് കയ്യിലിപ്പോൾ ഒന്നും ഇല്ലാത്തപ്പോൾ എന്തോ പോലെ ആവുന്നുണ്ട്. ഒന്ന് തരുമോ? ഞാനൊന്ന് വിളിക്കട്ടെ, എൻ്റെ ആനിയനെ വിളിച്ചോട്ടെ. ശരി എടുത്തോ. എനിക്കല്ലാണ്ട് പിന്നെ ഞാൻ ആർക്ക് കൊടുക്കും? എടുത്തോ. എനിക്ക് മസാജ് മുട്ടിപ്പോയില്ല. എൻ്റെ മൊബൈൽ എടുത്തിട്ട് എന്നോട് തന്നെ പണിയല്ല. ഇപ്പം ഞാൻ ശരിയാക്കി തരാം. ഹലോ, രമണി ചേച്ചിയല്ലേ? ചേച്ചിക്ക് പൈസ തരാതെ മുങ്ങി അടക്കുന്ന ചങ്കു ഇവിടെ ഉണ്ട്, തോട്ടത്തിൻ്റെ അടുത്തുണ്ട്. ഇപ്പം വന്ന കയ്യോടെ പൊക്ക. വന്നോ, വേഗം വന്നോട്ടാ. ഭാവി MP പോലും നിൽക്കുന്നുണ്ട്, ഒരു പണിക്കും പോകാതെ. വന്നോ, 2 കൊടുത്തിട്ട് പോയിക്കോ.
നമ്മുടെ കാപ്പിയെല്ലാം പഴുത്തിട്ടുണ്ട്. അമ്മേനോട് പറഞ്ഞിട്ട് വേഗം പറിക്കാൻ പറയണം. എനിക്കെവിടെ സമയം, ഡേറ്റ് അടുത്തല്ല. അണ്ണാ ഇതാ പിടിച്ചോ, എൻ്റെ പണിയെല്ലാം കഴിഞ്ഞേട്ടാ. ഓക്കെ, താങ്ക് യു കേട്ടോ. ആ ശരി. ഇപ്പൊ അണ്ണൻ ഇവിടെ തന്നെ ഉണ്ടാവോ? ആ, ഞാനിവിടെ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. ഞാനുണ്ടോ ഇവിടെ തന്നെ. ഒരു പൂനെ, എനിക്ക് ഭയങ്കര ടയേർഡ്, എന്താണെന്നറിയത്തില്ല. ഉറങ്ങാൻ ഭയങ്കര വെറുതെ ഇരുന്നിട്ടുള്ള ടയർഡ്നെസ് അല്ല. അയ്യോ ചങ്കു അണ്ണ കുറച്ചു നേരം നിക്കോ, എനിക്ക് ഒരാളെ കാണാനുണ്ട്. അവര് വന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോവാ വീട്ടിലോട്ട്. ആ ശരി. ചങ്കു, എന്റെ പൈസ എവിടെ? 1 ലക്ഷം മേടിച്ചിട്ട് നീ മുങ്ങി നടക്കല്ലേ? എന്റെ പൈസ എന്തിയെ? നിക്ക്, എന്റെ പൈസ ഉണ്ട്. 1 ലക്ഷം മേടിച്ചിട്ട് മുങ്ങി നടക്കല്ലേ നീ? അല്ല ചക്കി, ഇതൊന്ന് പിടിക്കും. ഒരു മിനിറ്റ് ചേച്ചി, ഞാൻ പൈസന്റെ കാര്യമെല്ലാം അമ്മേനെ ഏൽപ്പിച്ചേക്കുന്നത്. അല്ല നീ പൈസ, എനിക്ക് പൈസ വീട്ടിൽ നിന്ന് അമ്മ തരുന്ന പൈസ എൻ്റെ അടുത്ത്. അല്ല നീ എന്നോട് പൈസ മേടിക്കുമ്പോ അമ്മ അറിയണ്ടെന്ന് പറഞ്ഞില്ല? അല്ല, അത് ഞാൻ പിന്നെ അമ്മേനോട് പറഞ്ഞോളൂ. അമ്മ എൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട്. അമ്മ അവിടുന്ന് മേടിച്ചോ. എനിക്ക് അതൊന്നും അറിയണ്ട. നീ പൈസ ഇപ്പൊ വെക്കണോ? ഞാനിപ്പോൾ ഒരു ഭാവി MLA ആ. നാട്ടുകാർ കാണും, എന്നെ നാണം കെടുത്തണ്ട. അമ്മേൻ്റെ അടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. രമണി ചേച്ചി പോയി പറഞ്ഞാൽ തരും. ഓ താങ്ക് യു. അതാരാ? അത് നമ്മുടെ, നീ അറിയില്ലേ? എനിക്കറിയില്ല. ചക്കി അറിയില്ല? ചക്കി അത് നമ്മുടെ വീടിന്റെ ഇവിടെ ശങ്കരേട്ടന്റെ ഭാര്യ. അല്ല എന്തോ 1 ലക്ഷം മേടിച്ചതൊക്കെ പറയുന്ന കേട്ടോ. അത് തൽക്കാലം അമ്മ പറഞ്ഞിട്ട് ഞാൻ പൈസ മേടിച്ചത്. അമ്മ കൊടുക്കാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇന്നത്തേക്കുള്ള പണി കഴിഞ്ഞല്ലേ? ശരി ശരി, പോയിക്കോളൂ. അനിയനെ വിളിക്കാനേ പറ്റുന്നില്ല. എൻ്റെ മൊബൈൽ എടുത്തവന് പട്ടി കടിക്കട്ടെ. അറിയാം, ശങ്കോണം തന്നെ എൻ്റെ മൊബൈൽ അടിച്ചു മാറ്റിയിരിക്കുന്നത്. എന്താ ചക്കി നിന്ന് മോങ്ങുന്നേ? എന്താ പറയാ ചേച്ചി, ആ ചങ്കോണന് എൻ്റെ മൊബൈൽ എടുത്തത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അയാളുടെ അടുത്ത് എൻ്റെ മൊബൈൽ പോലത്തെ ഒരു മൊബൈലുണ്ട്. ഇപ്പം എനിക്ക് മൊബൈലില്ല. എൻ്റെ അനിയൻ അമേരിക്കയിലുള്ളതാ. ഞാൻ എങ്ങനെ അവനെ വിളിക്കും? ചങ്കുന് പണി കൊടുക്കാൻ ഞാൻ പറ്റിയിട്ടുണ്ട്. മോള് ഈ ഫോൺ എടുത്തിട്ട് ഇപ്പം വിളിക്ക്. ഞാൻ ഇവിടത്തോളം ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടാ. ഞാൻ എൻ്റെ മൊബൈലോട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓ, ചക്കിയാണല്ലോ വിളിക്കുന്നേ. ഹലോ ഹലോ, ഇത് ഞാനാ ചക്കിയ. ശ്രീലങ്കൻ ബ്രോഡ്കാസ്റ്റ് ആകാശവാണി എമ്പതി വാർത്ത ഇഷ്യൂ എന്താ? ഇതെന്താ സംസ്കൃതത്തിലെ പറയണത്? എൻ്റെ മൊബൈൽ ഇനി റോമിംഗ് ആണോ? എൻ്റെ ദൈവം, എൻ്റെ മൊബൈൽ എവിടേക്കാണോ കറങ്ങണത്? എന്താ ചക്കി? ചങ്കോണ, ഞാൻ ഒരു ഭാഷയിൽ എൻ്റെ നമ്പറിലോട്ട് വിളിച്ചാൽ 10 ഭാഷയിൽ അവർ ഇങ്ങോട്ട് പറയുന്നുണ്ട്. ശങ്കോണം വിളിച്ചിട്ട് വന്ന് എൻ്റെ മൊബൈൽ തിരിച്ചു തരാൻ പറയോ? ഞാനൊന്ന്, ഇത് രമണിയേച്ചിന്റെ മൊബൈൽ, ഞാൻ കൊടുത്തിട്ടൊന്ന് പോട്ടെ. ഓ, അത് രമണിയേച്ചിന്റെ മൊബൈൽ അല്ലേ? ഇപ്പൊ ശരിയായി കൊടുക്കാം. ഹലോ, ആ ശങ്കു ഇല്ലേ ഇവിടെ? ആ, ശങ്കുവിന് MLA സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചീഫ് മിനിസ്റ്ററുടെ PA വിളിക്കുന്നേ. മുഖ്യമന്ത്രിന്റെ PA? അയ്യോ, പോയി അവനക്ക് MLA സീറ്റ് കൊടുക്കുന്നേ. അവനക്ക് കൊടുത്താലുണ്ടല്ലോ നിങ്ങളുടെ ഫണ്ടെല്ലാം മുടിപ്പിക്കുക അവൻ. എൻ്റെ അനിയൻ അമേരിക്കയില്. അവനക്ക് നിങ്ങൾ സീറ്റ് കൊടുത്താലില്ല, ഫണ്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. 25 ലക്ഷം നിങ്ങൾക്ക് തന്നെ തരും അവന്. പറയാം, ശരി. അയ്യോ, അണ്ണനെ വിളിച്ചതല്ല, ഏതോ ഒരുത്തും തലതെറിച്ചവൻ വിളിച്ചതാ. ഞാനും അതൊന്നും എല്ലാത്തിനും കറക്റ്റ് മറുപടി കൊടുത്തിട്ടുണ്ട്. ഓ, രമണിയേച്ചി വരുന്നുണ്ട്, ഞാൻ പോരാ കേട്ടോ. ഇതാ രമണിയേച്ചി. മോളെ വിളിച്ച് ഫോൺ കിട്ടിയ മൊബൈൽ മൊത്തം ഇയാളുടെ കയ്യിലാണ്. ശരിയാക്കി കൊടുക്കുന്നത് ഞാൻ. മോള് കണ്ടുപിടിച്ചല്ലേ? ഹലോ, അനിയ. അയ്യോ, എനിക്ക് നിന്നെ വിളിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. വരുന്നുണ്ട്, വെച്ചോട്ടാ. രാത്രി വിളിച്ചോ. ഞാനില്ല, അവിടുത്തെ ഒരു നമ്പർ, രമണിച്ചിൻ്റെ നമ്പർ ഒന്നുമില്ല, അതിൽ വിളിച്ചാൽ മതി. ഇയാൾക്കൊരു 8ന്റെ പണി കൊടുക്കട്ടെ ഞാൻ. ശരി, വെച്ചോ. എനിക്ക് എൻ്റെ മൊബൈൽ കിട്ടും കേട്ടോ. ഞാൻ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ പൈസ എപ്പോഴാ തരുന്നേ? എനിക്ക് കുറെ നേരം അവനെ തേടി നടക്കുന്നതാണ്. എൻ്റെ പൈസ എവിടെടാ? നിന്റെ വീട്ടിൽ പോയിട്ട് അമ്മ പറഞ്ഞ അവനോട് മേടിക്കാൻ. നീയേ വെച്ചോ മൊബൈൽ, നീയേ വെച്ചോ. അത് കിട്ടിയ പിന്നെ എനിക്ക് കഴിയാല.
ഇപ്പൊ നിന്റെ ഇത് എന്റെ മൊബൈൽ എനിക്ക് അറിയായിരുന്നു. ചങ്കോണം തന്നെ എടുത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ആൾക്കാരെ വിട്ട് അടുപ്പിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ.